ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടന്ന സമരം, ഐതിഹാസിക സമരം, വിജയത്തിലേക്ക് പോയ അവസാനിച്ച സമരം നമ്മളൊക്കെ കണ്ടതാണ്. അവിടെ യഥാർത്ഥത്തിൽ പ്ലക്കാർഡുകൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, മുദ്രാവാക്യങ്ങൾ മാത്രമായിരുന്നില്ല ഉണ്ടായിരുന്നത്, ഭീഷണികളോ അതുപോലുള്ള കാര്യങ്ങളോ മാത്രമല്ല ഉണ്ടായിരുന്നത്. അവിടെ മനുഷ്യത്വവും സാഹോദര്യവും നിലനിന്നിരുന്നു എന്ന് കാണുന്ന കാഴ്ചകൾ കാണാനിടയായി. അത് വിക്രം സിംഗ് റാത്തൂർ എന്ന് പറയുന്ന സഹോദരൻ പകർത്തിയ വീഡിയോ നമ്മുടെ എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. അവിടെ കണ്ടത് എന്താണെന്നറിയാം? അവിടെ കാണുന്നത് ഈ വനിതകൾ, പെൺകുട്ടികൾ, അവർ അവിടുത്തെ തെരുവ് വൃത്തിയാക്കുന്നു. അതായത് ആഹാര സാധനങ്ങൾ ബാക്കി എന്തെങ്കിലും കിടക്കുന്ന അവശിഷ്ടങ്ങളുണ്ടോ, അതുപോലെ അതിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ടോ, കവറുകളുണ്ടോ, പേപ്പറുകളുണ്ടോ, അതെല്ലാം റിമൂവ് ചെയ്യുകയാണ്. അവരുടെ കയ്യിൽ ബ്ലാക്ക് ബാഗുമായിട്ട് വന്നിട്ട് അവർ മഴവെള്ളത്തിൽ നിന്ന് മാലിന്യം പറക്കി മാറ്റുന്നു. ഇതൊക്കെ അവർക്ക് ചെയ്യാനറിയാം, അതവർ കാണിച്ചു തന്നു. അവരുടെ ഉത്തരവാദിത്തം എന്താണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം നമ്മൾ അവശേഷിപ്പിക്കുന്ന മാലിന്യം നീക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് അവർ തിരിച്ചറിയുന്നു. അത് സമൂഹത്തിനൊരു വലിയ കാഴ്ചയായിട്ട് മാറി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാർ, യുവാക്കൾ ചൂലുമായിട്ട് തെരുവ് തൂത്ത് വൃത്തിയാക്കുന്നു. അതിൻ്റെ കാരണം ഈ പ്രൊട്ടസ്റ്റ് കഴിഞ്ഞാൽ അവിടം വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ഉത്തരവാദിത്തമാണ് എന്നവർ തിരിച്ചറിയുന്നു. പിന്നെ അവിടെ കണ്ടത് ഫ്രീ മെഡിക്കൽ സേവ അവിടെ നമ്മൾ കണ്ടു. ഡോക്ടർമാരുണ്ട്, നഴ്സുമാരുണ്ട്, സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഇവരൊക്കെ മരുന്നും പരിചരണവും സൗജന്യമായിട്ട് അവിടെ ആളുകൾക്ക് കൊടുക്കുകയാണ്. കാരണം അവർക്ക് ആ എല്ലാവിധ പ്രൊട്ടക്ഷനും അവർ കൊടുക്കും. അപ്പോൾ ആ ഉത്തരവാദിത്വം പോലും, ആ ചുമതല പോലും ഏറ്റെടുക്കാൻ, ഇത് മുൻകൂട്ടി കണ്ട് ഇതും കൂടെ ശരിയാക്കി കൊടുക്കാൻ നമ്മുടെ യുവാക്കൾക്കായി എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഭക്ഷണം പങ്കിടുന്നു. അവിടെ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആഹാര സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് പകുത്ത് ആളുകൾക്ക് കൊടുക്കുന്നു. ഓരോരുത്തരെ അത് ഭാഗിച്ച് കഴിക്കുന്നു. അവിടെ ജാതിയോ മതമോ വർഗമോ ഒന്നുമില്ല. അവിടെ ഒറ്റ വർഗ്ഗമേ ഉള്ളൂ, മനുഷ്യൻ എന്നുള്ളതാണ്. അവിടെ ഒറ്റ വികാരമേ ഉള്ളൂ, സ്നേഹം, സാഹോദര്യം എന്നുള്ള ആ ഒരൊറ്റ വികാരം, അല്ലാതെ വേറൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു വൃദ്ധൻ പ്ലേറ്റുമായിട്ട് വരുന്നു. അതിങ്ങനെ ഈ പിസ്സ ആണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നത് എടുത്തിട്ട് അത് മുറിച്ച് അതിൻ്റെ ഭാഗങ്ങൾ വീതിച്ച് കൊടുക്കുന്നു. അത് മുഴുവൻ അവർക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ അങ്ങനെ അവർ ചെയ്യുന്നില്ല. അത് വീതിച്ച് എല്ലാവർക്കുമായിട്ട് കൊടുക്കുന്നു. ഒരു സിഖ് സഹോദരനാണെന്നുണ്ടെങ്കിൽ വെള്ളവും ബിസ്ക്കറ്റും കൊടുക്കുന്നു. ഇത് നമ്മൾ കാണുന്നത് അതിൻ്റെ പാക്കറ്റ് വിതരണം, യുവാക്കൾ പാക്കറ്റുകൾ വിതരണം ചെയ്യുന്നു ഇതിൻ്റെ ആഹാരത്തിൻ്റെ. അതിനിടയിൽ മൃഗങ്ങളെപ്പോലും മറക്കുന്നില്ല. ഒരു നായ്ക്ക്, ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്ന ഒരു നായ്ക്ക് വെള്ളം കൊടുക്കുന്നു. അതും അവർക്കറിയാം. അതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടൊരു കലാകാരൻ അവിടെ ഇരുന്നുണ്ടല്ലോ, പടം വരയ്ക്കുകയാണ്, ചിത്രം. ഇത് മുഴുവൻ ചിത്രമായിട്ട് മാറ്റുന്നു. അത് നല്ലൊരു കാഴ്ചയാണ്. അതിനകത്ത് സ്കെച്ച് ചെയ്തിട്ട് അവസാനം ആ ചിത്രത്തിന് ഒരു പേര് കൊടുത്തു, ഹ്യൂമാനിറ്റി, മനുഷ്യത്വം. ശരിയില്ല, ഇതല്ലേ മനുഷ്യത്വം? ഇതാണ് മനുഷ്യത്വം. അല്ലാതെ ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിൽ തലയടിച്ച് കീറുന്നതോ കുത്തിക്കൊല്ലുന്നതോ വെട്ടിക്കൊല്ലുന്നതോ അല്ല മനുഷ്യത്വം. ഇതാണ് മനുഷ്യത്വം. എന്തിനും ജാതി, എന്തിനും മതം, എല്ലാം ഒന്നല്ലേ എന്നൊരു കരുതൽ, അത് നമ്മുടെ ഈ തലമുറയ്ക്ക് ഉണ്ടായി വരുന്നു എന്നുള്ളത് വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവർ ഭരണം പിടിച്ചടക്കാൻ വേണ്ടി മതത്തിനെ എടുത്ത് കാർഡായിട്ട് എടുത്ത് കളിക്കുന്നവന്മാർ, ഇതൊന്ന് കാണണം, മനസ്സിലാക്കണം. ഇനി ഈ ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഇതിന് കിട്ടത്തില്ല, യുവാക്കളെ ഇതിന് കിട്ടത്തില്ല. അവർ ഈ നമ്മുടെ യുവത എന്ന് പറയുന്നവരുണ്ടല്ലോ, ഒരുപാട് മുന്നേറിക്കഴിഞ്ഞു എന്ന് തരുന്ന ഒരു വലിയ സന്ദേശമാണ് നമ്മളിവിടെ കണ്ടത്. ഹ്യൂമാനിറ്റി എന്ന് ബോർഡ് വെച്ചപ്പോൾ വേറൊരാളൊരു ബോർഡ് വെച്ചു അവിടെ, ദിസ് ഈസ് മൈ ഇന്ത്യ, ഇതാണ് എൻ്റെ ഇന്ത്യ. ശരിയല്ലേ? അപ്പോൾ വേറൊരാൾ ബോർഡ് വെച്ചു, ദിസ് ഈസ് മൈ പീപ്പിൾ, ഇതാണ് എൻ്റെ മനുഷ്യർ, എൻ്റെ ആളുകൾ, ഇതാണ് ഞങ്ങൾ എന്ന് അവർ തിരിച്ചറിയുന്നു. എത്രയോ വലിയ മഹത്തരമായ കാര്യമാണ് അവിടെ നടന്നത്. പിന്നെ ഇതിനിടയിൽ നടന്നത് എന്താണെന്നറിയോ? ഈ ചെറുപ്പക്കാരെ ആണികൾ തറച്ച
ലാത്തി കൊണ്ട് അടിക്കുമ്പോഴും അവർ മുറിവേൽക്കുമ്പോഴും അവർ പലരും നിന്ന് കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു പോലീസുകാരൻ എന്ന് പറയുന്ന ഒരു മൃഗം, ഒരുത്തൻ, അവൻ ഒരു ചെറുപ്പക്കാരനെ, അതായത് ഒരു 25 വയസ്സോ 24 വയസ്സോ കാണും, അവനെ ലാത്തി കൊണ്ട് അടിക്കുകയാണ്. അടിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇനി അടിച്ചോളാൻ പറഞ്ഞ് കൈകെട്ടി നിൽക്കുന്നു. അത് മഹാത്മാഗാന്ധിയുടെ തലമുറയല്ലേ? അതാണ് ഗാന്ധിജിയുടെ തലമുറ എന്ന് പറയുന്നത്. അവൻ അടിച്ചിട്ട് അവൻ മടുത്തങ്ങ് പോയി. ഇതാ നമ്മൾ കാണുന്ന ഒരു കാഴ്ച. പിന്നെ അടുത്തത്, വലിയ അക്രമങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ വലിയ ലാത്തി ചാർജ് വരാൻ നേരത്ത് ഈ യുവാക്കൾ എന്ത് ബുദ്ധിപൂർവ്വം അത് പരിഹരിച്ചെന്നറിയാവും. അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് അവർ ജനഗണന പാടി, ദേശീയ ഗാനം ആലപിച്ചു. ദേശീയ ഗാനം ആലപിച്ചാൽ അറ്റൻഷനായിട്ട് നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അവന്മാർക്ക് അന്നേരം അടിക്കാൻ ഒക്കത്തില്ല. അവർ ലാത്തിയും താഴെ പിടിച്ച് ഇങ്ങനെ അറ്റൻഷനായിട്ട് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടേ. ഇതല്ലേ ഗാന്ധിജിയുടെ തലമുറ? ഇതല്ലേ രവീന്ദ്രനാഥ ടാഗോറിൻ്റെ തലമുറ? ഇതാണ് മനുഷ്യർ, ഇതാണ് മനുഷ്യരുടെ തലമുറ എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തന്നു. ഇതുകൊണ്ടൊന്നും ആയില്ല എന്ന് ഇന്നത്തെ ചെറുപ്പക്കാർ വിളിച്ചു പറയുന്നത് കാഴ്ച ഇവിടെ ഭരിക്കുന്ന നരേന്ദ്രമോദിയും അതുപോലെ അമിത്ഷായും ഒക്കെ കണ്ണ് തുറന്നൊന്ന് കാണണം, കാത് തുറന്നൊന്ന് കേൾക്കണം. അല്ലാതെ ഗാന്ധിജിയുടെ കുരങ്ങന്മാരെന്ന് അത് നിങ്ങൾ ആക്ഷേപിച്ചല്ലോ ആളുകളെ. യഥാർത്ഥത്തിൽ കുരങ്ങന്മാർ നിങ്ങളല്ലേ? നിങ്ങളുടെ ചെവിയിലേക്ക് എന്തെങ്കിലും കയറുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ കണ്ണുകളിലേക്ക് എന്തെങ്കിലും കയറുന്നുണ്ടോ? കാഴ്ചകൾ കാണുന്നുണ്ടോ? ഇല്ല. നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും ശബ്ദം വരുന്നുണ്ടോ? ഇല്ല. മൗനി ബാബമാരാണ്, മിണ്ടുന്നില്ല. രാഷ്ട്രീയം വളർത്തി അത് തിന്ന് അത് ഭക്ഷിച്ച് നിങ്ങളുടെ ആളുകളെ പണക്കാരാക്കുന്ന ജോലി മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക്. അല്ലാതെ നാടിനെ നന്നാക്കുന്ന ജോലി നിങ്ങൾക്കില്ല. നാടിനെ നശിപ്പിക്കുന്ന ജോലി മാത്രമേ നിങ്ങൾക്കൊക്കെ ഉള്ളൂ. ഇത് ഈ ചെറുപ്പക്കാരുടെ ഈ ഇടപാടുകളിൽ നിന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവരെന്നിട്ട് പറയുന്നു ഇതുകൊണ്ട് അവസാനിച്ചില്ല എന്ന്. ഇതുകൊണ്ട് അവസാനിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സാക്ഷി എന്ന് പറയുന്ന 21കാരി മരണത്തോട് മല്ലടിക്കുന്നില്ലേ? അതവിടെ കിടപ്പുണ്ടെന്നുള്ളൊരു ഓർമ്മ വേണം. അതിൻ്റെ മരണം തടഞ്ഞു വെച്ചേക്കുന്നത് വെന്റിലേറ്ററിലാക്കിയാണ്. അത് ഓർത്ത് വെച്ചേക്കണം. അത് കഴിഞ്ഞാൽ അതൊരു തീപ്പന്തമാകാൻ ആയേക്കാം. അങ്ങനെ ആകരുത് എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആയേക്കാം. ആ പെൺകുട്ടിക്ക്, ആ കുഞ്ഞിന് യഥാർത്ഥത്തിലുണ്ടല്ലോ, അതിനുള്ളതാണ് ഈ സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുപോലുള്ള ചെറുപ്പക്കാർ, ആശുപത്രി കിടക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. അവർക്കുള്ളതാണ് ഈ വിജയം. അതിനിടയിൽ കുറേ പ്രതിക്ഷമാർ കമൻ്റ് എഴുതാറുണ്ട്, പോലീസുകാർക്ക് പറ്റിയതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ ഒക്കെ പറ്റും, ഇല്ലെന്ന് വേണ്ട. ഈ സഹോദരിമാരെ ആക്രമിക്കാൻ നേരത്ത് ആ കൂടുള്ള സഹോദരന്മാരാണ് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കുറ്റമൊന്നുമല്ല. പെൺകുട്ടികളെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ച സംഭവങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ ഈ പോലീസുകാരെ അഴിച്ചുവിടുമ്പോൾ ആലോചിക്കണം. അതിന് ഈ അഴിച്ചുവിടുന്നവന്മാർക്ക് ആ ബോധമില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ. അവനൊക്കെ എന്തും പിടിച്ചടക്കിയാൽ മതിയല്ലോ. ആ രീതിയിലാണ് അഴിച്ചുവിടുന്നത്. അങ്ങനല്ല വേണ്ടത് എന്ന് ഈ യുവത തെളിയിക്കുന്നു. മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടത്, ലാത്തി ചാർജ് ഇല്ല എന്ന് പറഞ്ഞാൽ ചുമ്മാതെ പിള്ളേരൊന്നും ചെയ്തതല്ലല്ലോ. അവർ അനങ്ങാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളെയല്ലേ അവരെ ഇങ്ങനെ ലാത്തി കൊണ്ടങ്ങ് അടിക്കല്ലേ, അടിച്ചവരെ ഓടിക്കാവുന്ന അവന്മാർ ധരിച്ചു. അപ്പോൾ അടിക്കുന്ന കണ്ടപ്പോൾ അതിലൊരു ചെറുപ്പക്കാരൻ ചെയ്തത് എന്താണെന്നറിയോ? ആ അടിയെല്ലാം കൊള്ളാൻ അവനങ്ങ് തയ്യാറാകുകയാണ്. എന്നെ അടിച്ചോളൂ, അവരെ അടിക്കണ്ട എന്നെ അങ്ങ് അടിച്ചോളൂ, അവരെ ആരെ അടിക്കണ്ട എന്ന് പറഞ്ഞ് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത് നമ്മൾ കണ്ടു. ഇതുപോലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത്. ഈ കാഴ്ചകൾ മാത്രമല്ല, അവർ അവരുടെ ഉണ്ടല്ലോ, ഇതുകൊണ്ടൊന്നും തീർന്നില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാക്ഷിയുടെ കാര്യം അവിടെ ഉണ്ട്. ഇനി അത് മാത്രവും അവരോരോ പുതിയ പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യയുടെ പുതിയ പ്രശ്നങ്ങളിലേക്ക്, പല പ്രശ്നങ്ങളിലേക്കും അവരിറങ്ങും. EVM, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ മൂലമുള്ള തെരഞ്ഞെടുപ്പ് റിസൾട്ട്, അത് എന്നും കൊണ്ടു നടക്കാമെന്ന് വിചാരിക്കണ്ട. അതുപോലെ SIR മൂലം ഒഴിവാക്കപ്പെടുന്നുണ്ടല്ലോ ലക്ഷങ്ങൾ, കോടികൾ, വോട്ടവകാശമില്ല, റേഷൻ പോലും ഇല്ലാതെ ഒഴിവാക്കപ്പെടുന്ന നിരപരാധികൾ, അവരെ ഉണ്ടല്ലോ, അവരുടെ പ്രശ്നമൊക്കെ ഇവർ കാണും. ഇനിയുള്ള ചെറുപ്പക്കാർ അവർക്കൊന്നും ഈ ജാതി മതമൊന്നുമില്ല, അവരൊന്നാണ് എന്നവർ തെളിയിക്കുന്നു. അതുപോലെ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ കാണും.
കരുതിയിരുന്നോളൂ. നിങ്ങൾ ഇന്ത്യയെ വിഭജിക്കാനായിട്ട് നോക്കുന്നുണ്ടല്ലോ. നിങ്ങൾ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെങ്കിൽ അതനുസരിച്ച് സീറ്റ് കൂട്ടണം പോലും. ഇനിയും ഈ വെള്ളാനകളെ തീറ്റിപ്പോറ്റണോ നമ്മൾ? ഇപ്പോൾ ഉള്ളവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊന്നും പോരെ. ശമ്പളം പോലും അവർക്ക് കൊടുക്കുന്നുണ്ട്, എല്ലാ പെർക്കൻസും കൊടുക്കുന്നുണ്ട്. അത് ആ രീതിയിൽ ഇനിയും നൂറുകണക്കിന് ആളുകളെ പുതിയതായിട്ട് കുത്തിക്കയറ്റേണ്ട കാര്യമുണ്ടോ? എന്തിന് കുത്തിക്കയറ്റണം? ഈ കുത്തിക്കയറ്റുന്നത് നിങ്ങൾക്ക് എന്നത്തേക്കും ഭരണത്തിൽ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു മാർഗമാണ്. അത് ഇവിടുത്തെ ചെറുപ്പക്കാരിനി തിരിച്ചറിയും, യുവാക്കൾ തിരിച്ചറിയും. കാത്തിരുന്നോളൂ.